അങ്ങനെ ലുലുവിലൊക്കെ പോയിട്ട് ഉച്ചയായി കേട്ടോ നമ്മൾ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേന്. അപ്പം ഞാൻ മീനെല്ലാം നന്നായിട്ട് കഴുകി അങ്ങ് എടുത്ത് വെച്ചു. എന്നിട്ട് കയ്യോടെ മീൻകറി അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അമ്മ എനിക്ക് പൊളിച്ച് തന്നുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞിട്ട് അങ്ങ് മിക്സിക്കകത്തിട്ട് ചതച്ച് വെച്ചു. ചട്ടി നോക്കിയപ്പോൾ ചട്ടി കുറേ നാളായാലും നമ്മൾ മീൻകറി വെച്ചിട്ട്, അതുകൊണ്ട് അതെല്ലാം പൂപ്പലെടുത്തിരിക്കുന്നു കേട്ടോ പുറത്ത്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഇന്ന് ചട്ടിക്കകത്ത് അല്ല, നമ്മുടെ ചീഞ്ചട്ടിക്കകത്ത് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും എല്ലാം ഇട്ട് ചതച്ച് മുളക് പൊടി ഇടാൻ നോക്കിയപ്പോഴാണ് മുളക് പൊടിയൊക്കെ തീർന്ന കാര്യം ഇരിക്കുന്നത്. വളരെ മുറുക്കി പിടിച്ച് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ നിലത്ത് വീണ് പൊട്ടി കൈയൊക്കെ മുറിഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അതെല്ലാം കൂടി എടുത്തിട്ട് ആവശ്യത്തിന് പൊടികളും കാര്യങ്ങളും എല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അത് ശരിയാവുമ്പോഴത്തേന് കുറച്ച് മീനെടുത്ത് വറുത്തും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഈ ചുമന്ന മീനുണ്ടല്ലോ, നമ്മുടെ ഇവിടെ പറയുന്നത് ചൊമ്പൻകോര എന്നാണേ. ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് സെറ്റായിട്ട് വരുമ്പോഴത്തേന് പിന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ കറിക്കകത്ത് വെള്ളം, എനിക്ക് വായിലിങ്ങനെ വെള്ളം വരുന്നു. എനിക്കറിയാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം വരുമെന്ന്. നമുക്ക് രണ്ടുപേർ കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെച്ച സമയം കൊണ്ട്, അത് വെച്ചാൽ ചൂടുവെള്ളം ആയതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് തിളച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ വേണ്ട മീനെല്ലാം കൂടെ പറക്കി ഓരോന്ന് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അത് അവിടെ നിന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമ്മൾ മീനുണ്ടല്ലോ, നമ്മുടെ ചൊമ്പൻകോര നമ്മൾ വരവിട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് അരപ്പെല്ലാം കൂടെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് മീൻ വറുത്തതും ചോറും ഒക്കെ ആയിട്ട് അങ്ങ് കൊണ്ടുപോകുമല്ലോ. അല്ലെങ്കിൽ ഒരു മീൻ കറി ഉണ്ടെങ്കിൽ ഇവിടെ വേറെ കറികളൊന്നും അങ്ങനെ വേണമെന്നില്ല. അങ്ങനെ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള മീൻ പുറത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് കയറ്റി കേട്ടോ. എന്നിട്ട് ഈ ഒരു ചീഞ്ചട്ടി എവിടെ നിന്നാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതായത് ഈ മീൻ വറക്കുന്നത് അത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മോഷിച്ചുകൊണ്ട് വന്നിരുന്നു. ഇരന്ന് കരഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ രണ്ടടുപ്പിലും മീൻ വറുത്തതും മീൻ കറിയായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു മണം കരിയാപ്പിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ വറക്കാൻ വെച്ചിട്ട് അവിടെ ഇരിപ്പിരുന്നു കേട്ടോ. അതുപോലെ ചൂടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളിരുന്ന് മാക്കം ആഹാരം കഴിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ.